ഹലോ അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മോൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു എലൈൻ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇനി ഞാൻ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ആ 2 പീസും ഇത് ക്രൈപ്പാണ് തുണി. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഒതുങ്ങി നിൽക്കണില്ല ഞാൻ ചെയ്യുമ്പോൾ. അപ്പോൾ 2 പീസും ഒരുപോലെ തന്നെ വെക്കുക. കയറും ഇറങ്ങൊന്നും ചെയ്യാതെ ഒരുപോലെ വെച്ച് കൊടുക്കുക. 2 പീസും രണ്ടാക്കി മടക്കിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിനും വേണ്ടി രണ്ടാക്കി മടക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിന് വേണ്ട ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത്, ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 13 ഇഞ്ചും വെഡ്ത്ത് എടുത്തിട്ടുള്ളത് 10 ഇഞ്ചുമാണ് എടുത്തത്. പിന്നെ ഷോൾഡർ 4.5 ഇഞ്ചും അതുപോലെ തന്നെ ആം ഹോളും 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെസ്റ്റ് അളവ് 7 ഇഞ്ചും എടുത്തു. പിന്നെ അതിൻ്റെ താഴേക്ക് നമ്മൾ വെടുത്ത് 10 ഇഞ്ചാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴേക്കും ആ 10 ഇഞ്ച് തന്നെയാണല്ലോ ഉണ്ടാവുക. ആ 10 ഇഞ്ച് അങ്ങനെ താഴേക്ക് ഞാൻ ചെരിച്ച് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അത് താഴെ ഭാഗത്ത് ആ ഫുള്ള് വീതി ഞാൻ എടുത്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ അവിടെ മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ, വേറെ താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടില്ല. പിന്നെ താഴെ നമ്മൾ ചെരിഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് ചെരിഞ്ഞ് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അത് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്ക് വിഡ്ത്ത് ഞാൻ 2 ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 1 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് ഏത് മോഡലിലാണോ നമ്മൾ കഴുത്ത് വെട്ടുന്നത് അതുപോലെ വരഞ്ഞു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും പാടെ ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും മാറ്റിച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്ക് പാർട്ടിൽ നമുക്കൊരു ബട്ടൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഹോളിന് വേണ്ടി ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് നടുഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് ലൈനിങ് വേണം. അപ്പം ഞാൻ ആ തുണി തന്നെയാണ് ലൈനിങ് എടുക്കുന്നത്. നമുക്ക് വേറെ തുണി വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ക്രൈപ്പിൻ്റെ തുണി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് താഴെ വരയ്ക്കൊന്നും ലൈനിങ് എടുക്കണില്ല. ഒരു ചെസ്റ്റൊന്നും ഒരു ലേശം ഇറങ്ങി കിടക്കുന്ന തരത്തിലുള്ള ഇറക്കേ ഞാൻ ലൈനിങ്ങിന് കൊടുക്കണുള്ളൂ. അതിന് ആദ്യം ഞാൻ ലൈനിങ് രണ്ടും മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളും ചെസ്റ്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്യുക. അതിന് ശേഷം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വേറെ വേറെ വെച്ചതിന് ശേഷം നെക്കും കൂടി അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാം. സ്റ്റിച്ചിങ് അറിയുന്നവരൊക്കെ നമ്മളെ മക്കൾക്കും നമുക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാൻ നോക്കട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. പിന്നെ ഇതിനായിട്ട് തുണി എടുക്കണമെന്നൊന്നുമില്ല. നമ്മളെ അടുത്ത് പഴയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഈ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യണത്. എനിക്കുള്ളതും മോൾക്കുള്ളതും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ എലൈൻ ഫ്രോക്കിൻ്റെ അടിയിലൊരു പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പീസാണിത്. അതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചും വെടുത്ത് എടുത്തിട്ടുള്ളത് മടക്കിയിട്ടതിന് ശേഷം 20 ഇഞ്ചും. അപ്പോൾ ഒരു ഭാഗത്തേക്ക് വീതി എടുത്തിട്ടുള്ളത് 40 ഇഞ്ചാണ് കേട്ടോ. അങ്ങനെ 2 പീസ് എടുത്തിട്ടുണ്ട്, ഫ്രണ്ടുക്കും ബാക്കും ആയിട്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ആദ്യം ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് ആം ഹോളും നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്തില്ലേ, അതും കൂടി ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതും എല്ലാം കൂടി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മറിച്ചിട്ടിട്ട് ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ ഷോൾഡർ 2 ഷോൾഡറും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്നുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് വെച്ചാലുള്ളൂ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ.
അങ്ങനെ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിയിലേക്കുള്ള നമ്മളെ പ്ലീറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ആദ്യം അതിൻ്റെ മേലെ കൂടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടിഭാഗം ഒന്ന് മടക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ ഒരു നൂല് വലിച്ചെടുത്തിട്ട് നമുക്ക് എത്ര ഉണ്ട് നമ്മളെ വീതി ഉണ്ടോ അത്ര പ്ലീറ്റ് എടുക്കുക, അത്രയും ചുരുക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ചുരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് പാർട്ടിലും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം അത് താഴത്തേക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം. ഞാനങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. ഇനി ഇതിനൊരു ബോ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പ്ലീറ്റിൻ്റെ ഭാഗത്താട്ടോ ബോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ലെങ്ത്ത് 6 ഇഞ്ചും വെടുത്ത് 11 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമ്മളെങ്ങനെ ബോ ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും അറിയില്ലേ. സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് അത് മറിച്ചെടുത്തതിന് ശേഷം ബോൻ്റെ രൂപത്തിൽ തുന്നിയിട്ട് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ താഴെ ആ പ്ലേറ്റിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതവിടെ വെച്ച് തുന്നി കൊടുക്കാം. നമുക്ക് ഒട്ടിച്ചു കൊടുത്താലും പ്രശ്നമല്ല. തുന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടി സേഫ്റ്റിയാണ്, പെട്ടെന്ന് അങ്ങോട്ട് പോരൂല. അതുകൊണ്ട് ഞാൻ തുന്നിയാണ് ചെയ്യണത്. ബോ പിടിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ് കൊടുത്തതും കൂടി ഒപ്പം കൂടണില്ലെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ അതും കൂടി കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഈ എലൈൻ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.